വാലന്റൈൻസ് ഡേ ഇസ് ജസ്റ്റ് അറൗണ്ട് ദ കോർണർ. ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു ഈസി ഫോണ്ടൻ റോസ് ട്യൂട്ടോറിയലാണ് ആൻഡ് ഇറ്റ്സ് പെർഫെക്റ്റ് ഫോർ ബിഗിനേഴ്സ്. ആൻഡ് ദ മെയിൻ ഹൈലൈറ്റ്, നോ ഫാൻസി ടൂൾ നീഡഡ്. ഇതിലൊന്നും വേണ്ട. ആകെ വേണ്ടത് ഒരു കട്ടിംഗ് മാറ്റ്, ഒരു ഗ്ലാസ്, ഫോണ്ടൻറ്റ് ആൻഡ് എ റോളിംഗ് പെൻ. ദാറ്റ്സ് ഇറ്റ്. ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി ട്യൂട്ടോറിയൽ ആണ് ആൻഡ് നോട്ട് അഡ്വാൻസ്ഡ് ഓർ നോട്ട് ഇൻ്റർമീഡിയറ്റ് ലെവൽ. ദിസ് ഈസ് പെർഫെക്റ്റ് ഫോർ ഓൾ ബിഗിനേഴ്സ്. ഫസ്റ്റ് സ്റ്റെപ്പ്, മേക്കിംഗ് റോസ് ബഡ്. അതിന് വേണ്ടിയിട്ട് 3 ഈക്വൽ സൈസ്ഡ് ഫോണ്ടൻ പീസസ് എടുക്കുക. അത് ഈക്വൽ സൈസ് തന്നെ ആയിരിക്കണം. ബാക്കി വന്ന ഫോണ്ടൻറ്റ് ഗ്ലാസിൻ്റെ അടിയിൽ വെക്കാൻ മറക്കരുത്. ഇനി എന്തുകൊണ്ടാണ് നമ്മുടെ ഗ്ലാസിൻ്റെ അടിയിൽ വെക്കുന്നത്? ഗ്ലാസിൻ്റെ അടിയിൽ വെച്ച ഫോണ്ടൻറ്റ് ഡ്രൈ ആവില്ല ഒരിക്കലും. ഇനി ഈ ഫോണ്ടൻ പീസസിന് നമ്മൾ ഈക്വൽ സൈസ്ഡ് ബോൾസ് ഉണ്ടാക്കണം. അത് ഈക്വൽ സൈസസ് തന്നെ ആയിരിക്കണം, എന്നാലേ നമുക്ക് ഈവൻ പെറ്റൽസ് കിട്ടുള്ളൂ. ഇനി നമുക്ക് ബഡ് ഉണ്ടാക്കാം. ഇതൊരു കോൺ ഷേപ്പിൽ റോൾ ഔട്ട് ചെയ്ത് എടുക്കണം. കോൺ ഷേപ്പ് ഇത് മസ്റ്റാണ്, കാരണം ഈ കോണുമലായിരിക്കും ബാക്കിയുള്ള എല്ലാ പെറ്റൽസും സപ്പോർട്ടായിട്ട് നിൽക്കാൻ പോകുന്നത്. അധികം തിക്കാക്കേണ്ട, എന്നാൽ അധികം തിന്നും ആവണ്ട. ബോട്ടം പാർട്ട് എപ്പോഴും തിക്കായിരിക്കണം ആൻഡ് ടോപ്പ് പാർട്ട് അധികം പോയിൻ്റി ആവരുത്. ചെറിയ സോഫ്റ്റ് പോയിൻ്റ് മാത്രം മതി. ഇനി സെക്കൻഡ് പീസ് ഓഫ് ഫോണ്ടൻ്റ് എടുത്തിട്ട് മിഡിലിൽ നിന്ന് ടോപ്പ് പാർട്ടിലേക്ക് മാത്രം റോൾ ഔട്ട് ചെയ്യാം. ബോട്ടം തിക്കായിട്ട് തന്നെ ഇരിക്കണം. സെൻറ്റർ പാർട്ടിൽ നിന്ന് മുകളിലേക്ക്. ഇതേ സെയിം പ്രൊസീജിയർ തന്നെ ഈ തേർഡ് പീസ് ഓഫ് ഫോണ്ടിലും ചെയ്യുക. സെൻറ്റർ പാർട്ടിൽ നിന്ന് ടോപ്പിലേക്ക് ഒന്ന് റോൾ ഔട്ട് ചെയ്തിട്ട് കൊടുക്കാം. എപ്പോഴും ഈ ബോട്ടം പാർട്ട് തിക്കാവാൻ മറക്കരുത് ആൻഡ് ടോപ്പ് പാർട്ട് എപ്പോഴും തിന്നായിരിക്കണം. ഇത് രണ്ടും കണ്ടോ, തിക്ക് ബോട്ടമാണ്. ഇനി ടോപ്പ് പാർട്ടിനെ നമ്മുടെ ഫിംഗർ ടിപ്സ് വെച്ചിട്ട് ഒന്ന് തിൻ ഔട്ട് ചെയ്ത് കൊടുക്കുക. സോഫ്റ്റ് ജെൻറൽ പ്രഷർ വേണം യൂസ് ചെയ്യാനായിട്ട്. ബോട്ടം പാർട്ട് എപ്പോഴും തിക്കായിട്ട് തന്നെ ഇരിക്കട്ടെ. ഇതേ സെയിം പ്രോസസ്സ് അടുത്ത പെറ്റലിനും റിപ്പീറ്റ് ചെയ്യുക. ടോപ്പ് എഡ്ജസ്റ്റ് സോഫ്റ്റ് പ്രഷർ വെച്ച് തിൻ ഔട്ട് ചെയ്യുക, ബോട്ടം പാർട്ട് തിക്കാക്കിയിട്ട് വയ്ക്കുക. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി ട്യൂട്ടോറിയലാണ്. ഇപ്പോൾ നമുക്ക് 2 പെറ്റലും സെയിം സൈസ് ആയിട്ടുണ്ട്. ഇനി ഈ പെറ്റൽസ് വെച്ച് നമുക്ക് ബഡിനെ കവർ ചെയ്യാം. ഇനി പെറ്റൽ വെച്ച് കവർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ബഡ് മുകളിലേക്ക് വെക്കാനും പാടില്ല, ബഡ് താഴെ വെക്കാനും പാടില്ല. പെറ്റലിൻ്റെ അതേ സെയിം ലെവലിലായിരിക്കണം ബഡ് വരേണ്ടത്. ഇനി പെറ്റലിൻ്റെ 2 എഡ്ജും ബഡിലേക്ക് സ്റ്റിക്ക് ചെയ്തിട്ട് കൊടുക്കുക. ഇനി അടുത്ത പെറ്റൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് പെറ്റലിൻ്റെ എൻഡിങ് പാർട്ട് ഉണ്ടല്ലോ, ആ എൻഡിങ് പാർട്ടിൽ വേണം സെക്കൻഡ് പെറ്റലിൻ്റെ മിഡിൽ പാർട്ട് പോവാനായിട്ട്. ഈ പെറ്റലും വെക്കുമ്പോൾ സെയിം ലെവലിൽ പോകണം. ബഡിൻ്റെ മുകളിലേക്കോ താഴത്തേക്കോ ആവാൻ പാടില്ല. ഇപ്പോൾ നമുക്ക് നല്ലൊരു ബഡ് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഈ ബോട്ടം പാർട്ട് ഉണ്ടല്ലോ, അതിങ്ങനെ വി ഷേപ്പിൽ പിഞ്ച് ചെയ്ത് കൊടുക്കുക. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സസ് ഫോണ്ടൻ്റ് ഉള്ളതെല്ലാം ബോട്ടം പാർട്ടിലേക്ക് വരും. അപ്പോൾ റോസ് അത്രയ്ക്ക് ഇങ്ങോട്ട് ഹെവി ആയിരിക്കില്ല. ഇനി അടുത്തത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇന്നർ പെറ്റൽസാണ്. അതിന് വേണ്ടിയിട്ട് 4 ഈക്വൽ സൈസ്ഡ് ഫോണ്ടൻ പീസസ് നമുക്ക് വേണം. ആദ്യത്തേൽ നമ്മൾ 3 എടുത്തു. 3 ഒരെണ്ണം ബഡും 2 പെറ്റൽസും ആയിരുന്നു. ഇനി നമ്മൾ 4 പെറ്റൽസാണ് എടുക്കാൻ പോകുന്നത്. അതും ഇതേപോലെ തന്നെ ഈക്വൽ സൈസ് ബോൾസ് ആക്കിയിട്ട് റോൾ ചെയ്തിട്ട് എടുക്കാം. ആദ്യത്തെ 3 പെറ്റൽ സൈസ് ഉണ്ടല്ലോ, അതേ സെയിം സൈസിൽ വേണം ഈ അടുത്ത 4 പെറ്റൽ സൈസും ഉണ്ടാക്കാനായിട്ട്. മുമ്പ് റോൾ ഔട്ട് ചെയ്ത പെറ്റൽസിൻ്റെ അതേ സെയിം പ്രൊസീജിയർ ആൻഡ് സ്റ്റെപ്സ് തന്നെയാണ് നമ്മൾ ഈ 4 പെറ്റലിനും ഫോളോ ചെയ്യാൻ പോകുന്നത്. സെൻറ്ററിൽ നിന്ന് മുകളിലേക്ക് തിൻ ഔട്ട് ചെയ്തിട്ട് എടുക്കുക, റോൾ ചെയ്തെടുക്കുക, ബോട്ടം പാർട്ട് തിക്കായിട്ടും. അടുത്ത 4 പെറ്റൽസും സെയിം സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്യുക. നമ്മൾ മുമ്പ് ചെയ്ത പോലെ ഈ പെറ്റലിൻ്റെ എഡ്ജസ് ഒന്നും കൂടെ സോഫ്റ്റനാക്കാൻ മറക്കരുത്. ഇതേപോലെ തന്നെ അടുത്ത 4 പെറ്റൽസിനും ചെയ്യണം. സെയിം പ്രൊസീജിയറും സെയിം സ്റ്റെപ്പ് തന്നെയാണ് ഇതിലും ഫോളോ ചെയ്യേണ്ടത്. ലാസ്റ്റ് പെറ്റലിൻ്റെ എൻഡിങ് ഉണ്ടല്ലോ, അവിടെ വേണം ഫസ്റ്റ് പെറ്റലിൻ്റെ മിഡിൽ പാർട്ട് പോവാനായിട്ട്.
അത് കറക്റ്റാക്കി വെച്ചാലേ നമുക്ക് ഈവൻ പെറ്റൽസ് കിട്ടുള്ളൂ. സോ മിഡിൽ പാർട്ടിൽ വെക്കുന്നത് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. മുകളിലേക്ക് പോകാനും പാടില്ല പെറ്റൽ, അതേപോലെ തന്നെ താഴ്ത്തിക്ക് ആവാനും പാടില്ല. ബഡിൻ്റെ അതേ സെയിം ലെവലിൽ വേണം വെക്കാനായിട്ട്. ഇനി അത് 2 സൈഡിലും നന്നായിട്ട് സ്റ്റിക്ക് ചെയ്തിട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം യൂസ് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ ഞാനിവിടെ അതൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇനി അടുത്ത പെറ്റലെടുത്തിട്ട് സെയിം സ്റ്റെപ്പ് ഫോളോ ചെയ്യുക. എൻഡ് പാർട്ട് എവിടെയാണോ അവിടെ വേണം ഈ പെറ്റലിൻ്റെ മിഡിൽ പാർട്ട് പോവാനായിട്ട്. ഒരിക്കലും ഫോണ്ടൻ ഫിഗേഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ റഷ് ചെയ്യാൻ പാടില്ല. ടൈം എടുത്ത് ഓരോ പെറ്റൽസും പെർഫെക്റ്റ് ആക്കുക. ഇനി 3rd പെറ്റലും കൂടെ ഇതിൽ ഫിക്സ് ചെയ്തിട്ട് സെയിം തന്നെ നമ്മുടെ 4th പെറ്റലും ഇതേപോലെ തന്നെ വയ്ക്കുക. ഫോണ്ടൻ റോസസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. കുറച്ച് പ്രാക്ടീസ് ഉണ്ടായാൽ മാത്രം മതി. ആൻഡ് ഇതൊരു കംപ്ലീറ്റ് ബിഗിനർ ഫ്രണ്ട്ലി ട്യൂട്ടോറിയലാണ്. ഇപ്പോൾ 75% ഓഫ് ദ റോസ് നമ്മുടെ ആയിട്ടുണ്ട്. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബോട്ടം പാർട്ട് ഉണ്ടല്ലോ, മുമ്പ് ചെയ്ത പോലെ തന്നെ വി ഷേപ്പിൽ പിഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫുൾ എക്സസ് ഫോണ്ടൻ എന്തൊക്കെയുണ്ടോ അതെല്ലാം ബോട്ടം പാർട്ടിലേക്ക് വരും. സോ റോസ് ഹെവി ആയിരിക്കില്ല. ആൻഡ് നമ്മൾ കേക്കിൻ്റെ മീതെ വെക്കുമ്പോൾ അത് സിങ്കായി പോവില്ല. സോ ബോട്ടം പാർട്ടിലേക്ക് ഇതുപോലെ പിഞ്ച് ചെയ്ത് കൊടുത്ത് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എക്സസ് ഫോണ്ടൻ എന്തുണ്ടോ അതെല്ലാം തിരിച്ചു വരും. ഇനി അടുത്ത പെറ്റൽസിന് വേണ്ടിയിട്ട് 6 പീസസ് ഓഫ് ഫോണ്ടൻ്റ് ആണ് നമ്മൾ റോൾ ചെയ്ത് വെക്കേണ്ടത്. മുമ്പ് ചെയ്ത അതേപോലെ തന്നെ അതേ സെയിം പ്രൊസീജിയേഴ്സും സ്റ്റെപ്സും ആണ് ഇതേ 6 പീസസിലും നമ്മൾ ചെയ്യുന്നത്. സോ എടുക്കേണ്ട ഫോർമാറ്റ് 2, 4 ആൻഡ് 6 പെറ്റൽസ് ആണ് നമ്മൾ ഈ ഫോണ്ടൻ റോസിന് ഫോളോ ചെയ്യേണ്ട റൂള്. ആദ്യത്തെ 2 പെറ്റൽസും അടുത്ത 4 പെറ്റൽസും സെയിം സൈസാണെങ്കിൽ അടുത്ത 6 പെറ്റൽസ് കുറച്ചും കൂടെ വലിയ സൈസായിരിക്കണം. അത് മറക്കാൻ പാടില്ല. ബാക്കി ഫോണ്ടൻ്റ് എല്ലാം നമുക്ക് ഗ്ലാസിൻ്റെ അടിയിൽ വെക്കാം, ഇല്ലെങ്കിൽ ഇത് ഡ്രൈ ആയി പോവും. സെയിം പ്രൊസീജിയേഴ്സും സെയിം സ്റ്റെപ്സും തന്നെ ഈ 6 പെറ്റൽസിനും ഫോളോ ചെയ്യാം. റോൾ ഔട്ട് ചെയ്യുക, മിഡിൽ പാർട്ടിൽ നിന്ന് ടു ടോപ്പ് പാർട്ട്, ബോട്ടം പാർട്ട് തിക്കാക്കിയിട്ട് വെക്കുക. മുൻപ് ചെയ്ത 2 പെറ്റൽ ആൻഡ് 4 പെറ്റൽ നമ്മൾ ബഡിൻ്റെ അതേ സെയിം ലെവലിലാണ് പ്ലേസ് ചെയ്തത്. പക്ഷേ ഈ 6 പെറ്റൽ നമ്മുടെ ഈ ബഡിൻ്റെ കുറച്ച് മുകളിലോട്ടായിട്ട് പ്ലേസ് ചെയ്തിട്ട് വെക്കണം. താഴത്തേക്കോ മിഡിൽ പാർട്ടിലോ സെയിം ലെവലിലല്ല, കുറച്ച് മുകളിലേക്ക് ആയിട്ട് വേണം വെക്കാനായിട്ട്. ബാക്കി സ്റ്റെപ്സ് എല്ലാം സെയിം ആണ്. ഫസ്റ്റ് പെറ്റലിൻ്റെ എൻഡ് പാർട്ടിൽ നിന്ന് നമ്മുടെ സെക്കൻഡ് പെറ്റലിൻ്റെ മിഡിൽ പാർട്ട് വേണം ഫസ്റ്റ് വെക്കാനായിട്ട്. അങ്ങനെ 6 പെറ്റൽസും സെയിം സ്റ്റെപ്സ് തന്നെ നമ്മൾ ഫോളോ ചെയ്തിട്ട് വെക്കാം. എങ്ങാനും ഇപ്പോൾ നിങ്ങളുടെ ഫോണ്ടൻ കുറച്ച് ഡ്രൈ ആയി അല്ലെങ്കിൽ പെറ്റൽസ് സ്റ്റിക്ക് ആവണില്ല എന്നൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പെയിൻറ്റ് ബ്രഷ് എടുത്തിട്ട് കുറച്ച് വാട്ടറിൽ ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അധികം വെള്ളം യൂസ് ചെയ്യരുത്, സോഗി ആയിപ്പോവും നമ്മുടെ ഫോണ്ടൻറ്റ്. ഇതൊരു കംപ്ലീറ്റ് ബിഗിനർ ഫ്രണ്ട്ലി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഫോണ്ടൻ റോസ് ട്യൂട്ടോറിയൽ ആണ്. അധികം ടൈം കൺസ്യൂമിങ് അല്ല. കുറച്ച് പേഷ്യൻസും പ്രാക്ടീസും ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. ഞാൻ ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം. ഏതൊരു ഫോണ്ടൻ ഫിഗർ ഉണ്ടാക്കുകയാണെങ്കിലും ആദ്യം ഒന്ന് ചെറുതായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നമുക്ക് അതിൽ നിന്ന് നമ്മുടെ മിസ്റ്റേക്സ് കണ്ടെത്താൻ പറ്റും. സോ സെക്കൻഡ് ടൈം നമ്മളത് ഉണ്ടാക്കുമ്പോൾ നമുക്കത് ഇംപ്രൊവൈസ് ചെയ്യാൻ പറ്റും. ഫോണ്ടൻ ഫിഗർ മേക്കിങ്ങിൻ്റെ ബേസിക് റൂളാണ് പ്രാക്ടീസ് ചെയ്യുന്തോറും നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂടിക്കൊണ്ടിരിക്കും. നമ്മുടെ റോസ് ഏകദേശം ആയി കഴിഞ്ഞിട്ടുണ്ട്. സെയിം പ്രൊസീജിയർ തന്നെ ഇവിടെയും. എക്സസ് ഫോണ്ടൻ അടിയിലേക്ക് പിൻ ചെയ്ത് കൊടുക്കുക. മുകളിലേക്കോ സെൻറ്റർ പാർട്ടിൽ നിന്നോ അല്ല, ബേസിൽ നിന്ന് വേണം പിഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. പിൻ ചെയ്തിട്ട് നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്തിട്ട് എക്സസ് ഫോണ്ടൻ മാറ്റി വയ്ക്കുക. എക്സസ് ഫോണ്ടൻ മാറ്റി വയ്ക്കുമ്പോൾ മറക്കരുത്, നമ്മളത് കൗണ്ടറിലോ അല്ലെങ്കിൽ ടേബിൾ ടോപ്പിലോ വെക്കാൻ ചാൻസസ് കൂടുതലാണ്. അത് പാടില്ല. എപ്പോഴും ഫോണ്ടൻ നമ്മൾ കവർ ചെയ്തിട്ട് വയ്ക്കാം. റോസ് ഇപ്പോൾ ആക്ച്വലി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്റ്റെപ്പിൽ സ്റ്റോപ്പ് ചെയ്യാം. ഇല്ല, നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു എക്സ്ട്രാ ക്രിയേറ്റിവിറ്റിയും ഡീറ്റെയിലിങ്ങും വേണമെന്നുണ്ടെങ്കിൽ ഈ ലാസ്റ്റ് പെറ്റൽ ഉണ്ടല്ലോ, ഈ ലാസ്റ്റ് പെറ്റൽ ഒന്ന് ഉള്ളിലേക്ക് പുഷ് ചെയ്തിട്ട് ആ എഡ്ജ് പുറകോട്ട് ഒന്ന് ഇങ്ങനെ പതുക്കെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഒരു ചെറിയ ഡീറ്റെയിലിംഗ് ആണ് നമ്മളിപ്പോൾ പെറ്റലിന് കൊടുക്കേണ്ടത്. ഞാൻ ഒന്നും കൂടെ അടുത്ത പെറ്റലിന് കാണിച്ചു തരാം.
ഒന്ന് നടുക്ക് നോക്കി ഒന്ന് മുകളിലേക്ക് പുഷ് ചെയ്യുക. എന്നിട്ട് ആ എഡ്ജ് ഔട്ട്വേർഡ് മോഷനിൽ പതുക്കെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ തന്നെ സെയിം എല്ലാ പെറ്റൽസിനും ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ റോസ് ഇപ്പോൾ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് എത്തി. ഇതിനെയാണ് നമ്മൾ ഡീറ്റെയിലിംഗ് എന്ന് പറയുക. ഓരോ ഡീറ്റെയിലിംഗ് ഫോണ്ടന്റിന് വല്ലാത്ത ഒരു എന്താ പറയുക ക്രിയേറ്റിവിറ്റി ആയിരിക്കും കൊണ്ടുവരിക. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഈ റോസിൻ്റെ പെറ്റൽസ് എല്ലാം നല്ല ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നത്. കുറച്ചും കൂടെ ഡീറ്റെയിലിംഗ് കൊടുക്കണമെങ്കിൽ ഈ പെറ്റൽസിൻ്റെ മിഡിൽ പാർട്ട് ഒന്ന് പിഞ്ച് ചെയ്ത് കൊടുക്കുക. പതുക്കെ സ്മോൾ ആൻഡ് ജെൻറ്റിൽ പ്രഷർ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അധികം പ്രഷർ കൊടുക്കരുത്, ഒരു ജെൻറ്റിൽ പിഞ്ച് മതി. കുറച്ച് അൺഈവൺ ആയിട്ട് പിഞ്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, കാരണം പെറ്റൽസ് എല്ലാം സെയിം ആയിരിക്കില്ല റോസസിൻ്റെ. ആൻഡ് ഇതൊരു കംപ്ലീറ്റ് ബിഗിനർ ഫ്രണ്ട്ലി ട്യൂട്ടോറിയലാണ്. സോ കുറച്ചൊക്കെ മിസ്റ്റേക്ക് വന്നാലും സാരമില്ല. ഇനി ഫ്ലവറിൻ്റെ ഇന്നർ പെറ്റൽസ് ഉണ്ടല്ലോ, സെയിം സ്റ്റെപ്പ് ചെയ്യുക. ഒന്ന് ചെറുതായിട്ടൊന്ന് പിഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഡീറ്റെയിലിംഗ് ആയിട്ട് കിട്ടും. ഇപ്പോൾ നമ്മുടെ റോസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.